ഗുരുദർശന വിചാര കേന്ദ്രത്തിലെ ആത്മോപദേശക ശതക പാരായണ വാരാചരണത്തിൻ്റെ 28ാം ദിവസമാണിന്ന്. നാരായണധർമ്മ പഠനം നമ്മൾ ആരംഭിച്ചിട്ട് നിങ്ങളെല്ലാം ഇവിടെ വരികയും ഇതിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തതിൽ വലിയ സന്തോഷം. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ട് പോകുന്നത് എന്താ? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, സന്യാസം. അല്ല, ഇന്നലെ നമ്മൾ ബ്രഹ്മചര്യം പറഞ്ഞു. ഇന്ന് നമുക്ക് ഗാർഹസ്ഥ്യം പറയാം. ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ കരുതുന്നത് ഏതാ? ഈ ഗാർഹസ്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് ഗാർഹസ്ഥ്യത്തിൽ എന്തെല്ലാമാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. ഗാർഹസ്ഥ്യ ധർമ്മം എന്ന് പറയുന്നത് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷാദികൾക്ക് ഇരിപ്പിടാണ്. ഗാർഹസ്ഥ്യത്തിലാണ് ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും 4 സംഘമുള്ളത്. അതുകൊണ്ട് നമ്മളൊരു കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പെൺകിടാവിനെ കണ്ടെത്തുമ്പോൾ എന്ത് വേണം? നാരായണ ഗുരു പറയുന്നു, ഉത്തമാഭിജനാം ധർമ്മ്യാം സുശീലാം ലക്ഷണാന്യുതാം പ്രസന്നാം വരേത് കന്യാം ഗുരു മാതൃപിതൃ പ്രിയം. ആ കാര്യം ഇത് വല്ലവരുമൊക്കെ ഈ കാലത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. വിവാഹം കമ്പോളത്തിലെ കച്ചവടമായി മാറുമ്പോൾ ഇതെങ്ങനെയാണ്? നല്ല കുലത്തിൽ ജനിച്ചവളായിരിക്കുക, പിന്നെയോ ധർമ്മിഷ്ഠയായിരിക്കുക, നല്ല ശീലമുള്ളവരും പ്രസന്നയും മാതാപിതാക്കന്മാർക്കും ഗുരുവിനും ഇഷ്ടപ്പെട്ടവളുമായ കന്യകയെ കന്യകൻ വിവാഹം ചെയ്യണം. ഈ ഗുണം കന്യകയ്ക്ക് മാത്രം ഉണ്ടായാൽ പോരാ, പിന്നെയോ പറഞ്ഞേ കന്യകനും ഉണ്ടാവണം. വിവാഹം കഴിക്കാൻ പോണ പുരുഷനുണ്ടാവണം. ഇങ്ങനെയാണെങ്കിൽ രണ്ടാമത്തേലേക്ക് പോവാം. എന്താ? പ്രണയ സർവേഷു ഭൂതേഷു കരുണാമസൃണാമതി സമത്വം സർവഭൂതേഷു ഭാവയുർ ഗൃഹിണേ ഗുണ. ഈ ഗുണങ്ങളൊക്കെ വേണം. എന്താ ഗുണങ്ങള്? സർവപ്രാണികളിലുമുള്ള സ്നേഹം, ദയ, ഹൃദയം നിറയെ മനസ്സ് നിറയെ ദയ ഉണ്ടാവണം, സമഭാവന. ഇവയെല്ലാം ഗൃഹസ്ഥാശ്രമികളുടെ എന്താ പറയൂ സദ്ഗുണങ്ങളാകും. സദ്ഗുണം, നല്ല ഗുണങ്ങളാണ്. ഈ പറഞ്ഞ സ്ത്രീക്ക് മാത്രമല്ല കേട്ടോ, പിന്നെയോ പുരുഷനും ഉണ്ടാവണം എന്നറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ കസ്മൈ ചിദ്വജസാദത്താം നാന്യസ്മൈ വിതരേധവധൂം പ്രതിക്രമേ ധർമ്മ ഭംഗസ്തേന ദുർഗതി മാപ്നുയാത്ത. അതിപ്പോ എന്താ? ഒരാൾക്ക് വധുവിനെ കൊടുക്കാന്ന് പറഞ്ഞു, എന്നിട്ട് കൊടുക്കാതെ ആ വധുവിനെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു എന്നങ്ങോട്ട് വിചാരിക്കൂ. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ ചെയ്താൽ ധർമ്മഭംഗം ഉണ്ടാവും. ധർമ്മഭംഗം ഉണ്ടായാൽ എന്താ കുഴപ്പം? ദുർഗതികൾ വിടാതെ പിന്തുടരും. മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരും ഭർത്താവും ഭാര്യയൊക്കെ ആവാൻ പോകുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. തമ്മിലുള്ള ആത്മൈക്യം, ഹൃദയ ഐക്യം, മന ഐക്യം, ശാരീരിക ഐക്യം, സ്നേഹം, അങ്ങനെയുള്ളവർ തമ്മിലാണ് വിവാഹം കഴിക്കേണ്ടത്. വിവാഹം കഴിച്ചില്ല എന്ന് വെച്ചിപ്പോൾ വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷെ വിവാഹം കഴിക്കുമ്പോൾ വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് അടുത്തത് പറഞ്ഞത്, ദാനാദാനൈ യദഗസ്യ
പ്രകാമം സാധുഗർഹിണേ ദോദിയതി ചാലന്തേ തത്ത സ്യാത് സന്തതി വിക്രിയാ. ഹൗ നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത് ഇന്ന് മനുഷ്യന്മാർ ചെയ്യണില്ല. അതിന്റെ ഫലം എന്താ? ദുർഗതി തന്നെ. എന്താ നാരായണ ഗുരുസ്വാമികൾ ഇതിലൂടെ പറഞ്ഞത്? സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. അതിന്റെ പേരിലാണല്ലോ കൊലപാതകവും ആത്മഹത്യയും ഒക്കെ നടക്കണത്. സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് സന്താനങ്ങളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് പോലെയാണ്. സന്താനങ്ങളെ പറയൂ, വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് പോലെയാണ്. അത് വളരെ നിന്ദിതമാണ്. മേൽഗതി ഉണ്ടാവണോ? സ്ത്രീധനം എന്ന കച്ചവടം നിർത്തണം, വ്യാപാരം നിർത്തണം. ആ ബന്ധങ്ങളെ വേണ്ടാന്ന് വെക്കാനുള്ള മനോഭാവം ഉണ്ടാകണം. അങ്ങനെ ഇവിടെ ഗാർഹസ്ഥ്യധർമ്മത്തിൽ ജീവിക്കുമ്പോൾ പഞ്ചധർമ്മങ്ങളെയും പഞ്ചശുദ്ധികളെയും ഗൃഹസ്ഥാശ്രമി എപ്പോഴും അനുഷ്ഠിക്കണം. സപ്തമസർഗം ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം മനവരാശിയുടെ ഏറ്റവും സുഗമമായ നിലനിൽപ്പും പ്രയാണവുമാണ് പ്രധാനം. അതിന് ഗാർഹസ്ഥ്യം എന്ന് പറയുന്നത്, ഗൃഹസ്ഥ ആശ്രമം എന്ന് പറയുന്നത് അമ്മയും അച്ഛനും കുട്ടികളും അവരുടെ മാതാപിതാക്കളുമായിട്ടുള്ള ജീവിതമാണ് ഗാർഹസ്ഥ്യമെന്ന അഭികാമ്യമായ ജീവിതം എന്ന് മനസ്സിലാക്കിയെങ്കിൽ ആ അഭികാമ്യമായ ജീവിതത്തെക്കുറിച്ച് എന്ത് ചെയ്യണം? വെറുതെ ഇവിടെ ഇരുന്ന് കേട്ടിട്ട് പോയാൽ പോരാ. വിവാഹം കഴിക്കാൻ പോണവരോടും വിവാഹം കഴിഞ്ഞവരോടും വിവാഹം കഴിപ്പിക്കാൻ പോണവരോടും ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് സദ്ഗതിയിൽ ജീവിക്കാൻ ഇടവരണം. അങ്ങനെ ഇടവന്നാൽ നാരായണ ഗുരുവിനെ വാഴ്ത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ നാരായണ ഗുരുവിനെ എങ്ങനെ വാഴ്ത്തി പാടാം? എങ്ങനെയാ? ആരായുകിലന്ധത്വമൊഴിച്ചാതിമഹസിൽ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. ശാസ്ത്രീയവും യുക്തിഭദ്രവുമായ ഇത്തരം കാര്യങ്ങൾ പഠിക്കുവാൻ കർക്കിടകത്തിലെ 28-ാം തീയതി അനുവദിച്ചു തന്ന മഹാഭഗവാന്മാരോടെല്ലാം നമുക്ക് കൃതജ്ഞതയുള്ളവരാകാം എന്ന് പ്രാർത്ഥിച്ച് തൽക്കാലം ഈ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യാത്ര പറയുന്നു നിങ്ങളുടെ സ്വന്തം കൊടുവഴങ്ങ ബാലകൃഷ്ണൻ മാസ്റ്റർ. നന്ദി, നമസ്കാരം.